ഹായ് ഗൈസ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ പാർട്ട് 2 ആണിത്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായി തല്ലിയോ നിങ്ങൾ ചെന്നിട്ട് എന്തായി എന്നൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുമ്പോൾ എനിക്കന്ന് 17 വയസ്സുള്ളൂ, അവനന്ന് 19 വയസ്സ്. 17 വയസ്സുള്ള ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി വരാൻ കാണിച്ച 19 വയസ്സുള്ള അവൻ്റെ ഒരു മനസ്സ് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ 1 കിലോമീറ്റർ അപ്പുറം ഇറങ്ങി അവിടെ നിന്ന് നടന്നു വന്നു. ആൾ നോമ്പ് പിടിച്ചിരിക്കും. ഉച്ചയൊക്കെ അപ്പോഴത്തേക്കും നോമ്പ് പിടിക്കുന്നവർക്ക് അറിയാം. ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട്, ഞാൻ ക്രിസ്ത്യനാണ്. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എത്തിച്ചുമ്പോൾ നോമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഒരു തുള്ളി വെള്ളത്തിൽ ഞാനൊരു 3:30 വരെയൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ട്, 4 മണി വരെ പിടിച്ചു നിന്നിട്ടുണ്ട്. നടപടിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങളൊന്ന് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നു. അപ്പോൾ എൻ്റെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ചേർന്ന് പോയിട്ടുണ്ടായി. അപ്പോൾ ആ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ചെന്നു. എന്താ എന്നൊക്കെ പുള്ളി ഒന്നും അറിയാത്ത മാത്രമേ ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നു. അത് പറഞ്ഞാൽ നമ്മളവിടെ പോയത് തല്ലാനാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, എനിക്ക് അങ്ങോട്ട് ഒന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റാണ്ട് വരിക. എനിക്ക് ആളെ കാണുമ്പോൾ തന്നെ നമ്മളങ്ങനെ ഇതാക്കിയ ഒരാളെ വീണ്ടും കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളങ്ങ് വീണ്ടും നമുക്കൊരു പേടിയാണ്. എനിക്കറിയാം താഹേൻ്റെ ഒപ്പം ഉണ്ട്, എനിക്കറിയാം ഓക്കെയാണ്. പക്ഷെ നമ്മൾ രണ്ടൊരു പിള്ളേർ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് വേറൊരു പേടിയുണ്ടായിരുന്നു പറയുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. അയാൾ ബുദ്ധിമുട്ടിക്ക് കൊല്ലാൻ നോക്കി എന്തായാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ താഹിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. കാരണം ആൾ ഞാൻ വിളിച്ചിട്ട് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് ഞാൻ പോയിട്ട് എനിക്ക് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തായിട്ട് ആൾ എൻ്റെ അടുത്ത് പറയാം, ഇനി വരുമ്പോൾ തന്നെ വരണ്ട കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, തന്നെ വന്ന് താങ്കളെന്നല്ല താൻ വിളിച്ചു, താൻ എന്നെ വീണ്ടും ഉപദ്രവിക്കുമെന്ന് ചോദിച്ചു. എന്നിട്ടൊക്കെ അയാളുടെ ഫേസ് മാറി. ഞങ്ങൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ നീ കയറി വാ എന്നിട്ട് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അയാളുടെ പട്ടിക്കുഞ്ഞിനെ ഇങ്ങനെ അയച്ചിടാൻ വേണ്ടി നോക്കിയപ്പോൾ ഞങ്ങൾ ചെന്നിട്ടുണ്ടായില്ല. എന്നിട്ട് ഒരു വലിയ കമ്പി മാതിരി സാധനം എടുത്തിട്ട് ഇങ്ങനെ മണ്ടേന്ന് വരും ആളിങ്ങനെ. പക്ഷെ നമ്മൾ ഒരു ഇറക്കം ഇറങ്ങി താഴെ എത്തിക്കും, ഞാൻ താഴെത്തി. പക്ഷെ നേരത്തേക്ക് ഇയാളിങ്ങനെ വരുന്നുണ്ട്. എനിക്കെന്തോ ഒരു ഇത് തോന്നുന്നുണ്ട്. പക്ഷെ ആളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. എന്നിട്ട് ആൾ സ്കൂട്ടി എടുത്തിട്ട് ഇപ്പുറം കവലേ വന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാനാണ്. കവല എത്തിക്കഴിഞ്ഞപ്പോൾ ആൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ഫാമിലി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഹോട്ടൽ നടത്തുന്നത് എൻ്റെ ഫാമിലിയുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം, എനിക്ക് വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് അറിഞ്ഞവരെല്ലാവരും അറിഞ്ഞു, വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ കുറേ ഓട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയാളെ കുറ്റപ്പെടുത്തി കുറേ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഓർത്തത് വലിയൊരു പ്രശ്നമാവുമെന്ന് ഓർത്തു. പക്ഷെ എനിക്കറിയത്തില്ല, എനിക്കതിനെക്കുറിച്ച് പറയുമ്പോൾ പോലും എനിക്ക് ഭയങ്കര പക്ഷെ ഞാൻ പറയാം ഇത്ര ഉദ്ദേശിച്ചുള്ളൂ. അതായത് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങളൊന്ന് അങ്ങനെ ഒരു പൊട്ടബുദ്ധിക്ക് ഞങ്ങളുടെ പൊട്ടബുദ്ധിയെന്ന് വെച്ചിട്ട് ഞങ്ങൾ തന്നെ രണ്ടുപേരും കൂടി തന്നെ പോയി. ഞങ്ങൾ കുഞ്ഞു മക്കളാണ്. അന്നേരം ഞങ്ങൾ തന്നെ പോയി ചോദിക്കാൻ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ താഹിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, നീ ഒന്നും മൈൻഡാക്കണ്ട, വൈകുന്നേരം ഒരു വരുന്നുണ്ട്, അയാൾക്കിട്ട് മുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരിക്കലും ഞാനൊരാളെ വൾഗറായിട്ട് ഉപദ്രവിക്കാൻ പോയെന്നോ അയാളെ ഇതാക്കിയെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയെടുത്ത് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോയി. അയാളെ നമ്മൾ തല്ലാനോ ഇപ്പോൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അയാളെ പോയിട്ട് ചോദിക്കണം, നല്ല ചോദിക്കണം. പക്ഷെ അയാളുടെ ഒന്നും സംഭവിക്കാത്ത മാതിരിയുള്ള പെരുമാറ്റവും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പൊന്നോ ടെൻഷൻ കയറി ഭയങ്കര ഇതായിരുന്നു. എന്താ അല്ലേ? സോ എനിക്ക് എൻ്റെ ഗേൾസിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. ഇച്ചിരി മുതിർന്ന ഒരാളുടെ സംസാരിക്കുക. അത് പറഞ്ഞ് നമ്മൾ സംസാരിച്ച് അത് ചോദിക്കാനുള്ളതാണ്. ചോദിക്കുക തന്നെ വേണം, ഒരിക്കലും അത് വിട്ടിക്കളയരുത്. ചോദിക്കാനുള്ള കാര്യം ചോദിക്കുക തന്നെ വേണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.